കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അപ്പൂപ്പൻ താടി. എങ്ങോട്ടില്ലാതെ പറന്നുകൊണ്ടിരുന്ന അപ്പൂപ്പൻ താടിക്ക് അല്പം വിഷമിക്കാൻ തോന്നി. ചുറ്റും നോക്കിയപ്പോൾ ഒരു പൂവാലി കണ്ടു. പൂവാലി ആരാ? പശു. അവൾ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പൂപ്പൻ താടി വേഗം അങ്ങോട്ട് ചെന്നു. എന്നിട്ടെന്താ കണ്ടത്? പുല്ലുന്നൊരു പൂവാലി, പാല് ചൊടുത്തുന്ന നാൽക്കാലി, പാടി പാടി വളഞ്ഞൂനൻ പരിയുവാലിലെ എന്നോട്ടെ, പരിയുവാലിലെ എന്നോട്ടെ. പൂവാലിക്ക് നിശ്ചയമായില്ല. അപ്പൂപ്പൻ താടിനോട് ദേഷ്യപ്പെട്ടു. എന്നിട്ടെന്താ പറഞ്ഞത്? എന്റെ വാലിലെ എന്നിട ഇല്ലതെല്ലാം കട്ടായം, വന്നതുപോലെ ചെന്നാലും നന്നല്ലറിയുക നിൻമോഹം, നന്നല്ലറിയുക നിൻമോഹം. ഇത് കേട്ടപ്പോൾ അപ്പൂപ്പൻ താടി പേടിച്ചു ദൂരെ പറഞ്ഞു. കുറച്ചു ദൂരെ ചെന്നപ്പോൾ കുന്നിൻ മുകളിൽ ഒരു പച്ചം ചെമ്മടിയാലും പേര് കണ്ടു. അപ്പൂപ്പൻ താടി വേഗം അങ്ങോട്ട് ചെന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ചേലേരും ചെമ്മടിയാണ്, കമ്പീരോമും ബഹുകേമും, പാടി വളർന്നു വേലത്ത് പുറത്ത് കേറി എന്നോട്ടെ, പുറത്ത് കേറി എന്നോട്ടെ. പച്ചില പച്ചില, നീ വേറെ വഴിയിടുന്നു നോക്ക്. അപ്പൂപ്പൻ താടി വിഷത്തോടെ യാത്ര തന്നു. അപ്പോഴതാ മരച്ച വെട്ടിൽ ആടുമേക്കൊടി അപ്പൂപ്പൻ കാലം നീട്ടി വെച്ച് ചാടിയിരിക്കുന്നു. വെഞ്ചാമര പോലെ നീണ്ട താടിയിലോ അപ്പൂപ്പൻ കണ്ടപ്പോൾ അപ്പൂപ്പൻ താടിന്റെ മനം കുഴിത്തും. ആടിനെ മേക്കും അപ്പൂപ്പ താടിയിൽ അല്പമരുന്നോട്ടെ, പാടില്ലെന്നു പറഞ്ഞാലും പാടിത്തൊളന്നു വീഴും ഞാൻ, പാടിത്തൊളന്നു വീഴും ഞാൻ. അതിലെന്താ? എത്ര സമയം താടിയിൽ നിന്നോ? അപ്പൂപ്പൻ പുഞ്ചിരോട് പറഞ്ഞു. അപ്പൂപ്പൻ താടിന്റെ താടിയിൽ പച്ചി പിടിച്ചിരുന്നു. അവസാനം അപ്പൂപ്പൻ താടിന്റെ വിഷമിക്കാൻ ഒരു അപ്പൂപ്പൻ താടിനെ കിട്ടിയ